ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനെ പറയുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ഇത് മാറ്റണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് പറയണം എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയെങ്കിൽ എനിക്ക് പറഞ്ഞു തരണേ. നമ്മളിവിടെ സ്റ്റോക്ക്ഹോമിലെ ഔട്ട്ലെറ്റിൽ വന്നേക്കാണ്, എന്ന് വെച്ചാൽ ഫാക്ടറി ഔട്ട്ലെറ്റ്, ക്വാളിറ്റി ഔട്ട്ലെറ്റ്. ഇപ്പോൾ നമ്മൾ നൈക്കി, പൂമ അങ്ങനെയുള്ള കുറേ ബ്രാൻഡ്സിൻ്റെ, അതുപോലെ ഗസ്, എന്തൊക്കെയോ അങ്ങനത്തെ ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകളാണ് ഇവിടെ ഉള്ളത്. ലെസ് പ്രൈസിൽ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ്സ് കിട്ടാറുണ്ട്. എനിക്ക് തോന്നുന്നു യൂറോപ്പിലും മിക്ക കൺട്രീസിലും ഇങ്ങനത്തെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അങ്ങനെ ഞാൻ സ്റ്റോക്ക്ഹോമിൽ മാത്രം വന്നിട്ടുള്ളൂ ഇങ്ങനെ ഔട്ട്ലെറ്റിൽ. അങ്ങനെ ഔട്ട്ലെറ്റിൽ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്, എവിടെ കയറണം എന്നറിയാതെ. നേരത്തെ ഞങ്ങളോട് എപ്പോഴും വരുമ്പോൾ ഞങ്ങൾക്ക് അറിയായിരുന്നു എന്താണ് വാങ്ങണ്ടേന്നൊക്കെ. മിക്കവാറും ഞങ്ങൾ ഷൂസും അങ്ങനെ വന്നുകൊണ്ടിരുന്നത് വെച്ചാൽ. പക്ഷെ ഇന്ന് ഞങ്ങൾ ചുമ്മാ ഒരു വോക്കിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഇന്ന് ലിൻഡിൻ്റെ ഔട്ട്ലെറ്റിലൊന്ന് കയറാമെന്ന്. ഇതാണ് ലിൻഡിൻ്റെ ഔട്ട്ലെറ്റ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് അവിടുത്തെ ചോക്ലേറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. അത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ചോക്ലേറ്റ് ഒക്കെ തന്നിട്ടോ അവർ. അപ്പോൾ ബാക്കി ചോക്ലേറ്റ് ഒക്കെ നമുക്ക് കാണാം. എത്രമാത്രം കളേഴ്സിലുള്ള ചോക്ലേറ്റ്സ് ആണല്ലേ നമ്മളിവിടെ കാണുന്നത്. ചോക്ലേറ്റ്സിനെല്ലാം ഒരേ കളർ തന്നെയാണ്, പക്ഷേ ഇത് റാപ്പ് ചെയ്തിരിക്കുന്ന അവരുടെ കവറിങ് അതെല്ലാം ഒരുപാട് വെറൈറ്റി കളേഴ്സ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. പക്ഷേ എനിക്ക് ആ ചോക്ലേറ്റ്സും മധുരമൊന്നും എനിക്ക് അത്ര അറിയാത്തതുകൊണ്ട് എനിക്ക് ഇതിൻ്റെയൊക്കെ എല്ലാ ഫ്ലേവേഴ്സും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ എനിക്കുള്ളതിലിഷ്ടം റെഡാണ്. അപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ സ്വീറ്റ് ടൂത്ത്. ലിൻഡിന് ദുബായ് ചോക്ലേറ്റ് ഉണ്ടെന്നൊക്കെ പറയണ കേട്ടോ. അപ്പോൾ ചോദിച്ചോക്കെ അവരുടെ അടുത്ത്. അവർ പറഞ്ഞത് ലിൻഡിൻ്റെ ദുബായ് ചോക്ലേറ്റ് സൂൺ തന്നെ റിലീസാവും. ഇവിടെ സ്വീഡനിലെ മോൾ ഓഫ് സ്കാൻഡിനേവിയയിൽ പെട്ടെന്ന് തന്നെ കിട്ടും എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഓൾറെഡി വന്നിട്ടുണ്ടെന്നോ? നമ്മൾ സ്റ്റോക്ക്ഹോം സിറ്റി സെൻറ്റർ ചെന്നിട്ട് അവിടെ നിന്നൊരു 20 കിലോമീറ്റേഴ്സ് ഉള്ളിലേക്ക് പോയി ബാർക്കബി എന്നൊരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് ഈ ഔട്ട്ലെറ്റ് വില്ലേജ് ഉള്ളത്. 70 സ്റ്റോഴ്സിലായിട്ട് 200ഓളം ബ്രാൻഡുകളാണ് നമ്മളെ പോലെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല 30 to 70% ഡിസ്കൗണ്ടിലാണ്, റെഗുലർ പ്രൈസിനേക്കാളും ഡിസ്കൗണ്ടിലാണ് നമുക്കിവിടെ പ്രോഡക്ട്സ് കിട്ടുന്നത്. അവിടെ ഹെലികോപ്റ്റർ പോകുന്ന കണ്ടപ്പോൾ ഞാൻ മാത്രമല്ല അവിടുത്തെ വയസ്സായവർ വരെ ഹെലികോപ്റ്റർ തൂക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണോ ഇന്ന് എനിക്ക് ഭയങ്കര ഡാൻസ് ചെയ്യാനൊക്കെ തോന്നുന്നു. പൊതുവെ ഞാനിങ്ങനെയല്ല, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇന്ന് ഭയങ്കര ഡാൻസ് ചെയ്യാനൊക്കെ തോന്നുന്നു. നമ്മൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ എല്ലാം അവിടെ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊരു മോളിലൂടെ നടക്കുമ്പോൾ എങ്ങനെയാണോ അന്ന് അതൊരു സ്ട്രീറ്റിലൂടെ, ഒരു വില്ലേജിലൂടെ നടക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തത്. ഇത് ശരിക്കും ഷോപ്പിങ്ങിന് മാത്രമല്ല, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു വോക്കിന് വേണ്ടിയൊക്കെ വരാൻ പറ്റിയൊരു പ്ലേസ് ആട്ടോ. ഇത് നൈക്കിയുടെ സ്റ്റോറാണ് ഈ കാണുന്നത്. ഞാൻ അതിനുള്ളിൽ കയറുന്നില്ല. എനിക്ക് നൈക്കിയുടെ അത്ര ഫാനല്ല ഞാൻ. എനിക്ക് കൂടുതലും ഇഷ്ടം പൂമയാണ്. എനിക്ക് നേരത്തെ പൂമ അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് പൂമയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ പൂമയുടെ സ്റ്റോറിൽ കയറി. ഞാൻ പറഞ്ഞില്ല ഇപ്പം ഞാൻ പൂമയുടെ ഫാനായിന്ന്. എങ്ങനെയാണെന്നറിയോ? ഈ റിൻഡോ കാരനാണ്. റിൻഡോയ്ക്ക് പൂമ മാത്രമേ ഇഷ്ടമുള്ളൂ. അങ്ങനെ റിൻഡോയുടെ കൂടെ പൂമയിൽ കയറി എനിക്കിപ്പോൾ പൂമയാണ് ഇഷ്ടം. അങ്ങനെ അതാണ് ഇങ്ങനെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. റിൻഡോ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ? റിൻഡോയ്ക്ക് ഇങ്ങനെ ക്ലോത്ത്സ് ഒന്നും അത്ര ക്രേസില്ല, പക്ഷേ ഷൂസ് കുറേ വാങ്ങും റിൻഡോ. ഞാനിപ്പോൾ ഷൂസ് കാണിച്ചു തരാം. ഇതിന് പ്രൈസും കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ? 560 ക്രോൺസ്, അതായത് ഏകദേശം ഒരു 52 യൂറോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടെ വില വരുന്നുള്ളൂ. കണ്ടോ? ഈ ഷൂസൊക്കെ നോക്കി 380 ക്രോൺസ്, അതായത് ഏകദേശം ഒരു 35 യൂറോസൊക്കെ വരും. അങ്ങനെ അപ്പോൾ ഇത്രയും റെഡ്യൂസ്ഡ് പ്രൈസിലാണ് ഇവിടെ ഷൂസ് എല്ലാം അവൈലബിൾ ആയിരിക്കുന്നത്. നാണമാണ്, വേറെ ഒന്നും കൊണ്ടല്ല, നാണം കൊണ്ടാണ്. വീണ്ടും ഞങ്ങളിങ്ങനെ നടക്കുവാണ് ഈ സ്ട്രീറ്റിലൂടെ. ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എല്ലാം ഓരോ ഷോപ്സാണ് കാണുന്നത്.
റിൻഡോ കാണാൻ പോകുന്നത്. ഇവിടെ ജാക്ക് ആൻഡ് ജോൺസിൻ്റെ സ്റ്റോർ ഉണ്ടല്ലോ. റിൻഡോ, ഇവിടുത്തെ ഈ ബിൽഡിങ്സിനൊക്കെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വുഡൻ ബിൽഡിങ്സ് ആണ്. ഒരു പ്രത്യേകത ഒരു വില്ലേജ് പോലെയാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു വിൻറ്റേജ് ഒരു വിൻറ്റേജ് രൂപത്തിൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിൻറ്റേജ് വില്ലേജ് പോലെയാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ എനിക്ക് കറക്റ്റ് വേർഡ്സ് ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഈ വേർഡ്സ് വരില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട് എനിക്ക്. ഇതൊക്കെ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ്. ഞാൻ എവിടെ നിന്നൊക്കെ ഇപ്പോൾ സാറയിൽ പോകുമ്പോഴും H&M പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. അങ്ങനെ ചിലത് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് കാണാറുണ്ട്. ഈ പാൻസ് അറേഞ്ചിരിക്കുന്നതാണ് ഭയങ്കര കാണാൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, ഇവിടെയൊക്കെ ഫുള്ള് സ്നോയാണ്. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചു തരാം. ചിലപ്പോൾ നിങ്ങൾ പഴയ ഈ ചില ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ഇവിടെയൊക്കെ താഴെ ഫുള്ള് സ്നോ പെയ്ത് കിടക്കുകയാണ്. അങ്ങനെ ഇതിനോട് ഫുഡ് ഹോൾ ഉണ്ട് കേട്ടോ. ഇപ്പം ഇതിനുള്ള അധികം ഫുഡ് സ്റ്റാൾസ് ഒന്നും ഇല്ല, പക്ഷേ 2-3 ഉണ്ട്. പിന്നെ ഈ സ്വീഡനിൽ എപ്പോൾ വന്നാലും ഞാൻ കാണുന്നത് മീറ്റ് ബോൾസ് ഉണ്ട്. മീറ്റ് ബോൾസ് അല്ലാതെ കാണുന്നത് എന്താ പറയുക, ഈ കെബാബ് പോലത്തെ കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. നമ്മളിവിടെ അഡിഡാസിൻ്റെ സ്റ്റോറി കയറാൻ പോകാൻ റിൻഡോ പറഞ്ഞു. നമുക്കത് റിൻഡോടൊപ്പം അഡിഡാസിൻ്റെ സ്റ്റോറിൽ കൂടെ ഒന്ന് കയറിയിട്ട് കണ്ടിട്ട് വരാം. അയ്യോ, അവിടെ ഭയങ്കര കളർഫുള്ളാണല്ലോ. എൻ്റെ പുതിയ ഹെയർ കളർ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇതെങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനൊരു എനിക്ക് തോന്നുന്നൊരു 10 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും എൻ്റെ ഹെയർ കളർ ചെയ്യുന്നത്. ഞാൻ ഹെയർ കളറിന് അത്ര ഫാനല്ല, പക്ഷേ എന്തോ ഈ കളർ ഞാൻ എവിടെയോ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബേർഡ്സ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ബ്ലീച്ച്ലെസ് ഹെയർ കളറാണ് ഞാൻ ചെയ്തത്. പക്ഷേ അത് ബ്ലീച്ച് ഇല്ലാതെ ചെയ്തിട്ട് ഹെയർ കളർ ആയില്ലായിരുന്നു. പിന്നെ ഞാൻ ബ്ലീച്ച് ചെയ്തപ്പോഴാണ് കളറായത്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ഒന്നും വാങ്ങാതെ ഞങ്ങൾ ഔട്ട്ലെറ്റിൽ നിന്ന് ഇറങ്ങുവാണ്. അപ്പോൾ സ്റ്റോക്ക്ഹോമിൽ വരുന്നവർക്കൊക്കെ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണിത്. സ്റ്റോക്ക്ഹോമിൽ മാത്രമല്ല, യൂറോപ്പിൽ പല സിറ്റീസിലും ഇങ്ങനെയുള്ള ഔട്ട്ലെറ്റ് വില്ലേജസ് ഉണ്ട്. ഇവിടുത്തെ മെഡ് പോലും കാണാൻ നല്ല രസം കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്വീഡൻ ശരിക്കും ജർമ്മനിയിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കൺട്രി ആയിട്ടാണ് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് അല്ല, എന്നാലും ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.